ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനാണെങ്കിലേ എനിക്കിന്ന് ഉച്ചയ്ക്ക് ഇന്നങ്ങനെ ജോലികളില്ലായിരുന്നു. ഉച്ചയ്ക്ക് എനിക്ക് കിടക്കണമെങ്കിൽ കിടക്കായിരുന്നു. എന്തോ പ്രൈസമ്മോൻ വന്നിട്ട് എന്നും പ്രൈസമ്മോൻ വൈകിട്ട് വന്നിട്ടാ ഞാനും അവനും കൂടെ നടക്കാൻ പോകുന്നത്. അവൻ കളിക്കും, ഞാൻ നടക്കും. അപ്പം ഞാൻ ഡ്രസ്സും ചേഞ്ച് ചെയ്ത് എന്തോ എനിക്കങ്ങ് ഭയങ്കര ഒരു ബോഡി പെയിൻ പോലെ. ഇവിടെ എല്ലാം അങ്ങ് നമ്മുടെ ഈ വാരിയലിലൊക്കെ പറയത്തില്ല, അവിടെയൊക്കെ അങ്ങ് ഒരു മസിൽ പെയിൻ പോലെ. എനിക്ക് പിന്നെ ഞാൻ ചിന്തിച്ചെന്നാൽ നടക്കാൻ പോകുന്നത് വെറുതെ ഇവിടോട്ടൊന്ന് കിടന്നു. ഇപ്പം സമയം 8 മണിയാവുന്നു. കിടന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം. ഞാൻ എന്നിട്ട് റീച്ചാടുത്ത് പറഞ്ഞ്, റീച്ച തന്നെ നടക്കാൻ ഞാൻ പോകുന്നില്ല, റീച്ച നേരത്തെ വരുവാണെങ്കിൽ വാ, നമുക്ക് രണ്ടിനും കൂടെ പിന്നെ രാത്രി 10 മണിയാകുന്നതിലും നടക്കാൻ പോകുന്നു. ഞാനങ്ങ് ഇത്തിരി ഒന്ന് മയങ്ങിപ്പോയി. ഞാൻ മൊബൈൽ സൈലൻ്റ് ഇട്ട്, കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വിളിച്ച് എന്നും അമ്മയും ചേട്ടത്തെയും മെഞ്ചിയൊക്കെ വിളിക്കും. അപ്പം കിട്ടിയില്ലെങ്കിൽ അമ്മയെ വിളിച്ചിട്ട് കിട്ടിയില്ല, അപ്പം അമ്മ എപ്പോഴേലും തിരിച്ച് വിളിക്കുമെന്നറിയാം. അതുകൊണ്ട് എനിക്കങ്ങ് ക്ഷീണമായതുകൊണ്ട് ഞാനങ്ങ് സൈലൻ്റ് ഇട്ടിട്ട് കിടക്കുകയും ചെയ്തു. സൈലൻ്റ് ഇട്ട് കിടന്നിട്ട് ഒരു അരമണിക്കൂറൊന്ന് കിടന്ന് എണീറ്റ് നോക്കിയുടനെ മിസ് കോൾ കിടക്കുന്ന അമ്മയുടെ. ഉടനെ ഞാൻ വിളിച്ചോണ്ടേ എൻ്റെ അടുത്ത് ചെന്തോ മക്കൾക്ക് വയ്യ, എൻ്റെ സൗണ്ട് കേട്ടപ്പോഴേ. ഇല്ലമ്മേ, ഞാൻ അടുക്കളയിലായിരുന്നമ്മേ എന്ന് പറഞ്ഞു. കാരണം വയ്യെന്ന് പറഞ്ഞാൽ ഏതൊരു അമ്മമാരാണെങ്കിലും ദൂരെ ഇരിക്കുന്നവരെ എന്തിനാ വിഷമിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലമ്മേ, കുഴപ്പം, പൂടി കള്ളി, നീ എന്നോട് കള്ളം പറയുന്നു. അപ്പം ഞാൻ പറയാം, അമ്മ ഞാൻ ഒന്ന് കിടക്കുമായിരുന്നു, എന്തോ ഇച്ചിരി ബോഡി പെയിൻ പോലെന്ന്. പിന്നെ ഇപ്പം ഇങ്ങനെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണോ വേണ്ടേന്ന് പറഞ്ഞൊക്കെ ഒരു മൂഡില്ല. എപ്പോഴും എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ ആയിരിക്കത്തില്ലല്ലേ, ഒരു മൂഡ് ഓഫ് പോലൊക്കെ. എന്താണെന്ന് ആർക്കറിയാം. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങളുടെ ഇവിടെ ഒരു സംഭവം നടന്നു. എന്തുവാന്നോ, ഇവിടെ പോൾമോൻ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ക്ലാസ് ട്യൂഷനെ 6 മണിക്ക്, അല്ലെങ്കിൽ ഒരു ഫിക്സ് ഇല്ല. കാരണം മറ്റുള്ള പിള്ളേരുടെയൊക്കെ ഈ വരുന്ന സാറന്മാർ അവർ ചിലർ പഠിക്കുന്നവരുണ്ട്, ചിലർ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവരുണ്ട്. പിന്നെ പിള്ളേരെ പഠിപ്പിക്കാം, അവിടേക്ക് ഇതനുസരിച്ച് 6 മണി, അല്ല 6:30, 7, 7:30 ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞിപ്പോൾ അവന് ജിമ്മിന് പോകുന്നുണ്ടെന്ന്. ജിമ്മിന് പോകണം. ജിമ്മിനോട് പോയിട്ട് വരുമ്പോഴത്തേനും മണി എങ്ങനെയാണെങ്കിലും ഒരു 9 മണിക്കൊക്കെ ജിമ്മിന് പോകുകയാണെങ്കിൽ ഇവർ 11 മണി കഴിയും. ഇവൻ ഇന്നലെ ജിമ്മ് കഴിഞ്ഞ് വന്ന് 10:30 ഞങ്ങളുടെ ഫാമിലി പ്രെയർ. ഇവൻ വന്നു കഴിഞ്ഞ് പെട്ടെന്ന് 11 മണി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇവൻ വന്നുണ്ടെങ്കിൽ വിയർപ്പോടെ പോയി കുളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുളിക്കാൻ പോയിട്ട് ഇത്തിരി കഴിഞ്ഞാൽ പപ്പായേ ഓടി. വെള്ളം ഭയങ്കരമായിട്ട് പോകുന്നേ ഞാൻ കേട്ടു. എന്തുവാ, പൈപ്പ് അങ്ങ് ഒടിഞ്ഞു പോയി. അത് ബോറിങ്ങിൻ്റെ പൈപ്പായിരുന്നു. ബോറിങ്ങിൻ്റെ പൈപ്പ് കൊണ്ട്, അല്ല നോർമൽ വാട്ടറിൻ്റെ ഇതുകൊണ്ട്. ഒരു വിധത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 11:30 പിന്നെ റയിച്ചാൻ അതൊന്ന് അടച്ചു വെക്കാന്ന് പറഞ്ഞ് പാതിരാത്രിക്ക് എവിടെ പ്ലംബറിനെ കിട്ടാനാ നോക്കിയുണ്ട്. പിന്നെ വാച്ച്മാൻ്റെ അടുത്ത് പറഞ്ഞ്, സിത്തേഷെ ഒന്ന് നീ മേളിൽ നിന്ന് ബന്ധ് ഓഫാക്കിയിട്, ഞങ്ങളിത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കട്ടെന്ന്. ഫുൾ ടൈം ഓഫാക്കാനായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇവർ എങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പൈപ്പൊക്കെ വെച്ച് നോക്കി. പിന്നെ ഞങ്ങളുടെ ഒരു പരിചയത്തുള്ള ഒരു പയ്യനുണ്ട്, അവനിങ്ങനെ പ്ലംബർ പണിയൊന്നും ചെയ്യുന്ന കൊച്ചനല്ല, അവനെല്ലാം അറിയാം. അപ്പോൾ അവനെ വിളിച്ച്, മണി അന്നേരം 12 മണി ആകാറായി. അപ്പോൾ കഴിഞ്ഞ 9 റൈസമോൻ എൻ്റെ വയറ്റിലുള്ള സമയത്ത് ഇതുപോലെ ഞങ്ങളുടെ വാഷ് പീസിൻ്റെ പൈപ്പ് ഒടിഞ്ഞു പോയപ്പോൾ പാതിരാത്രിക്ക് ഈ കൊച്ചനായിരുന്നു വന്ന് അവൻ ശരിയാക്കുമല്ല, ടെമ്പറലി അവന് ഇങ്ങനെ 25 പൈസ തുട്ടം കണ്ടൊക്കെ വെച്ചിട്ട് അതൊന്ന് ബ്ലോക്ക് ചെയ്ത് തന്നു. വെള്ളം നിൽക്കുമായിരുന്നു. പിന്നെ രാവിലെ പ്ലംബറിനെ വിളിച്ച് ചെയ്യുമായിരുന്നു. ഇതും അതുപോലെ അവൻ കൊണ്ടുവന്ന് ആദ്യം പറഞ്ഞു വരത്തില്ലെന്ന് അന്തരം ആദ്യം പറഞ്ഞെന്ന്. പിന്നെ പറഞ്ഞ് ഞാൻ വരുന്നെന്ന് പറഞ്ഞു. 12 മണിക്ക് വന്ന് 12:30 ആയണേ എന്തോ ഡ്രില്ലും ചെയ്യണമായിരുന്നു. ഞാൻ പേടിച്ച് പോയി. കാരണം നമുക്ക് 12 മണി 12:30 നമ്മൾ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങി വരല്ലേ. ഡ്രിൽ മെഷീൻ കേട്ട ആൾക്കാരെ കാണാൻ കൊണ്ടുവരത്തില്ലേ. ഒരു 1-2 മിനിറ്റത്തേക്കിന് ഡ്രിൽ മെഷീൻ ചെയ്ത് അവൻ എങ്ങനെയും ടെമ്പററി ആയിട്ട് ഒന്ന് അടച്ചു തന്നു. പിന്നെ ഇന്ന് രാവിലെ പിന്നെ നമുക്ക് പ്ലംബറെ വിളിച്ച് ചെയ്താൽ മതിയില്ല. അങ്ങനെ ഒരു സംഭവം നടന്നു. ഇങ്ങനെ
റീച്ചാനും പോളും ഇന്നലെ വെള്ളത്തിൽ കുളിയായിരുന്നു രാത്രി. കാരണം പൈപ്പ് ഒരു വിധത്തിൽ അങ്ങോട്ട് ചെന്ന് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഫ്ലോയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക. പ്രേസ് ഇത് കണ്ടിട്ട് ചിരിയോടെ ചിരി. എനിക്കറിയത് ഞാൻ പറയാം, എടുക്കുക നിനക്ക് എന്തുവാ, നീ സിറ്റുവേഷൻ അനുസരിച്ച്. അവരില്ല തമാശ പോലെ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ കിടന്നുണ്ട്. അല്ലേലും നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ മണി 12:30 1 മണിയാകും. ഒരു സമയമായി ഇവിടെ എല്ലാം വെള്ളമൊക്കെ ആയി. വെള്ളം ഇങ്ങോട്ട് തെറിച്ച് അങ്ങനെ ഒരു സംഭവം നടന്നു. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ഇന്ന്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായതാണ്. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ഇന്നലെ ഞാൻ അഖിലിൻ്റെ കാര്യം വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ അഖിൽ ഇന്ന് കമൻറ്റ് ഇട്ടേക്കുന്നു, ചേച്ചി എൻ്റെ പേര് വീഡിയോയിൽ പറഞ്ഞ് കേട്ടോണേ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. കഷ്ടം, എനിക്കതൊക്കെ കേട്ടോണ്ടേ അങ്ങ് ഇത്രയോ സന്തോഷമായി. ഓക്കെ. അന്നേരം രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാവ് ഭാജിയാണ്. അപ്പോൾ പാവ് ഭാജി ആകുമ്പം ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം ഉള്ള വെജിറ്റബിൾസ് ഇവിടെ ഇവന്മാർ കഴിക്കാത്തയും ആര് കഴിക്കാത്ത വെജിറ്റബിൾസും ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കും. എന്നിട്ട് അങ്ങോട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിച്ച് ചേർക്കുമ്പം എല്ലാവരും നല്ല കുശാലായിട്ട് കഴിക്കും. ഇവിടെ ഇവൻ്റെ പപ്പയും പ്രൈസമ്മോനും ബീട്രൂട്ടിന് അത്ര താല്പര്യമില്ല. ഇന്ന് ഞാൻ പാവ് ഭാജിക്കകത്ത് സാധാരണ ബീട്രൂട്ട് ചേർക്കാറില്ല. ഞാനാണെങ്കിൽ ഇന്ന് ബീട്രൂട്ടും ചേർത്ത്. അന്നേരം ആ കറി ഒരു ചുവപ്പായിട്ടിരിക്കും. എന്നിട്ട് ഞാൻ ആ വെജിറ്റബിൾസ് കുറേ ക്യാരറ്റും ബീട്രൂട്ടും ഫ്ലവർ പൊട്ടറ്റോ എല്ലാം ഞാനൊന്ന് കുക്കറിൽ ഒരു ഇച്ചിരി വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ചെറിയ 4 ടൊമാറ്റോ, വലുതാണെങ്കിൽ ഒരു 3 എണ്ണം കേട്ടോ, ടൊമാറ്റോ ഞാൻ മിക്സിയിലങ്ങ് അരച്ച് വെച്ചു. പിന്നീട് ഞാനൊരു 2 സവാള, മട്ടർ ഞാനിങ്ങനെ സവാളയുടെ കൂടിട്ടേ അത് അരയ്ക്കുമൊന്നും ചെയ്തില്ല. കാരണം ഇവിടെ മട്ടർ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രൈസമ്മോൻ ആ മട്ടർ എടുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടം. അവൻ പറയും, എപ്പോഴും പറയും അത് എനിക്ക് തരണേന്ന്. അതുകൊണ്ട് ഞാൻ അതങ്ങ് അക്കായിട്ട് കിടക്കാനായിട്ട് മിക്സിയിലൊന്നും ഞാൻ ആ കുക്കറിൽ വേവിച്ചില്ല. ഇപ്പോൾ ഈ ഉള്ളിയുടെ കൂടെ വേവിക്കുക മട്ടർ, ഒരു പിടി മട്ടറും ഉണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാള ഇച്ചിരി ഒന്ന് വഴറ്റിയെടുക്കട്ടെ. സവാള ഇച്ചിരി ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കിന് അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത്, എന്നിട്ട് വളരെ കുറച്ച് ഒരു 2 ടീസ്പൂണില്ല 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ എവറസ്റ്റിൻ്റെ പാവ് ഭാജി മസാല ഇതൊരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇന്നാളെ ഞാൻ ഇതുപോലെ പാവ് ഭാജി ഈ മസാല ഉണ്ടാക്കിയുണ്ടേ. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് നാട്ടിൽ കിട്ടുമെന്ന്. അപ്പം ചിലരുടെ കമൻസ് വന്നു, ലുല്ലു മോളിലും അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കിട്ടുമെന്ന്. നാട്ടിലും അത് ഉണ്ടെന്ന കുറച്ച് പേരൊക്കെ പറഞ്ഞത്. എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചില ആൾക്കാരൊക്കെ പറഞ്ഞ് അവർക്ക് കിട്ടിയെന്നൊക്കെ. അപ്പോൾ ഞാനിതിൽ ഈ പാവ് ഭാജി മസാലയും കൂടെ ചേർത്തിട്ട് ഇത് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മണം കിട്ടുന്നത്. പക്ഷേ വെളിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഉടനെ അവരിങ്ങനെ മിക്സിയിലൊന്നും വെജിറ്റബിൾസ് അടിക്കാറില്ല. അവരുടെ തവയ്ക്കകത്തിട്ട് ഇങ്ങനെ സ്മാഷ്. കാരണം ഇവിടെ ഉള്ള ഈ വീട്ടിലുള്ളവർക്ക് ഇച്ചിരി പീസായിട്ട് കിട്ടിയാലൊക്കെ അവർക്ക് അവരെല്ലാം നമ്മുടെ കൂട്ടി ഇങ്ങനെ ഞാനാണെങ്കിൽ കോവയ്ക്ക എല്ലാം ചേർത്ത്, അവർ കോവയ്ക്കെല്ലാം ഒന്നും ചേർക്കുന്നത് ഇങ്ങനെ സ്മാഷായിട്ട് പോകുന്നു. കൂടുതലും പൊട്ടറ്റോയൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത്. അന്നേരം അതങ്ങ് സ്മാഷറും കൊണ്ടാക്കിയാലും അതങ്ങ് ഉടഞ്ഞങ്ങ് പോകും. ഇപ്പം നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് അരഞ്ഞു അത്ര അങ്ങ് സ്മാഷ് ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മിക്സിയിലങ്ങ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് ഞാൻ ഇത്തിരി കൂടുതലുണ്ടാക്കും. കാരണം 2 ദിവസത്തേക്കിന് കാണും. അപ്പോൾ അത് എന്നിട്ട് ബട്ടറൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. ബട്ടറൊക്കെ കറിക്കകത്ത് നന്നായിട്ട് അവർ ചേർക്കും. പക്ഷേ ഞാൻ ബട്ടറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അരച്ച ടൊമാറ്റോയുടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഇച്ചിരി ഒന്ന് വിട്ട് വരുമ്പം ഞാനാണെങ്കിൽ ആ കുക്കറിൽ ഒരു 3-4 വിസിലടിച്ചിട്ട് ഞാൻ അതൊന്ന് തണുക്കാൻ വെച്ച്. കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഞാൻ ഊറ്റിയിട്ട്, വെള്ളം കളയണ്ട, നമുക്ക് വെള്ളം വേണം. ഞാൻ അതാണ്ട് ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ബീട്രൂട്ട് ചേർത്തില്ലായിരുന്നെങ്കിൽ ഈ കറി ഒരു ഓറഞ്ച് കളറിലിരുന്നേനെ. ഇപ്പം ബീട്രൂട്ട് ചേർത്തത് കൊണ്ട് അതൊരു റെഡ് കളർ പോലെ ഇരിക്കും. അപ്പോൾ പാവ് ഭാജി ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് ഇവിടെ വൈകിട്ട് വന്നും പിള്ളേർ ചോദിക്കും രാവിലത്തെ ഉണ്ടോ പാവ് ഭാജി ഉണ്ടോയെന്ന്. പിന്നെ അതനുസരിച്ചായിരിക്കും ഞാൻ ഇച്ചിരി വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ ഒന്നിട്ടിട്ട്
ഞാൻ നോക്കട്ടെ ഉപ്പൊക്കെ ഇച്ചിരി കുറവായിരുന്നു, ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചപ്പോൾ ഞാനൊരു പിടി നല്ലൊരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് തീ ഓഫാക്കും. ഈ സമയം ഇതിൻ്റെ അകത്ത് ബട്ടർ ചേർക്കേണ്ടവർക്ക് ബട്ടർ ചേർക്കാം. ഞാനൊരിച്ചിരി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ബട്ടർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം ഞാനിനി ഇതങ്ങ് തീ അങ്ങ് ഓഫാക്കാൻ പോകും. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഞാനും കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ട് ചേർത്തതുകൊണ്ടൊരു റെഡ് കളറാണ് ഇതിൻ്റെ. പാവ് ഞാൻ ഒന്നും തവയിൽ വെച്ചൊന്നും ചെയ്യാൻ പോയില്ല. പിള്ളേർക്കൊക്കെ കൊടുത്തുണ്ടെങ്കിൽ അതൊന്ന് കീറിയിട്ട് ഇച്ചിരി തവയിൽ വെച്ചൊന്ന് ചൂടാക്കി നെയ്യോ ബട്ടറോ അങ്ങനെ തേച്ച് അങ്ങനെ കൊടുക്കാം. ഞാൻ നെയ്യാണ് ഇച്ചിരി അവർക്ക് തേച്ച് കൊടുത്തത്. അപ്പം ഞാനും കൂടെ ഒന്ന് കഴിക്കട്ടെ. ഇത്രയും തിക്ക് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കുറച്ച് ചേർക്കാം. പക്ഷേ ഈ തിക്നെസ് കുഴപ്പമില്ല. ഇനി ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. എഗ്ഗ് ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഞാൻ ഇച്ചിരി മസാലയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. പോൾമോൻ അവിടെ ഭയങ്കര പാട്ട് കച്ചേരി, അവന് ഹൈ പിച്ച് എടുക്കാൻ പറ്റുന്നില്ല. അവനത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഓരോ പാട്ട് പാടി ഇപ്പം അതാ അവൻ്റെ ഇപ്പം പാടിയുണ്ടേ കൊച്ചവൻ പറയുന്നത് അല്ലെ അത് 2 ചാൻസ് ചരണം പാടണം, നീ ഒന്നേ പാടിയുള്ളെന്നൊക്കെയാണ് പ്രൈസം കിടന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എഗ്ഗ് ഫ്രൈഡ് റൈസിന് വേണ്ടി ചീനച്ചട്ടി വെച്ച് ഇച്ചിരി ഓയിലൊക്കെ ഒഴിച്ച് ഒരു സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ആ ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ചിട്ട് ഒരിച്ചിരി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇച്ചിരി വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കയൊന്നും ഇട്ടില്ല. ഏലക്ക വേണമെങ്കിൽ ഏലക്ക ചതച്ചിടുമ്പം കുറേയും കൂടെ ഫ്ലേവർ കിട്ടും. വയണയില ചേർക്കുമ്പോഴും നമ്മുടെ ബേ ലീഫ്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇച്ചിരി ഒന്ന് വാട്ടിയെടുക്കാം സവാള. ഞാനിപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരിച്ചിരി കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പീസായിട്ട് എത്രയും കിടക്കണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഞാനൊരിച്ചിരി ഉപ്പ് ആ മുട്ടയുടെ മുകളിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് റൈസ് കുക്കറിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട ആ ചീനച്ചട്ടിയിലൊക്കെ ഒന്ന് പറ്റിയത് കൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുത്ത് അപ്പോൾ റൈസിൻ്റെ മുകളിൽ ഞാൻ പിന്നെ ഒരു ഇച്ചിരി 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും കൂടെ ഒന്ന് വിതറുന്നുണ്ട്. ഞാൻ ആ മുട്ടയ്ക്കകത്ത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തേ. അപ്പോൾ ആ റൈസ് ഒരു ഇത്തിരി ഒന്ന് മഞ്ഞക്കിരിക്കാൻ വേണ്ടി. അപ്പോൾ എന്നാൽ പ്രൈസമോൻ ഇത് ഉണ്ടാക്കിയപ്പോഴേ ചോദിച്ചു അവന് സോയാ ചങ്ക്സ് ഇഷ്ടമല്ല. റെയ്ച്ചാൻ നേരെ തിരിച്ചാൽ സോയാ ചങ്ക്സ് റെയ്ച്ചാൻ ഇഷ്ടമാണ്. സോയാ ചങ്ക്സ് ഇട്ടോ? ഞാൻ പറഞ്ഞില്ലെന്ന്. ഇത് ഇവന് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാനിപ്പോൾ തീയൊക്കെ അങ്ങ് ഓഫാക്കി കേട്ടോ. നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു എഗ്ഗ് ഫ്രൈഡ് റൈസാണ് കേട്ടോ. പിന്നെ ഞാൻ എല്ലാവർക്കും പ്രൈസമോനും ഇത് എടുത്തത് റേച്ചാനും ഇതാണ്. അപ്പം പോൾമോൻ അങ്ങനെ കൊണ്ടുപോകാറില്ലല്ലേ. അപ്പം ഞാൻ ഇച്ചിരി കുറച്ച് ബാക്കിയാണ്. ഞാൻ പറയടാ ഇതങ്ങ് നീ കൊണ്ടുപോകും കഴിക്കുന്നു. വേണ്ടെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അവനും ഞാനൊരു ഡബ്ബയ്ക്കകത്തിട്ട് കൊടുത്തു വിട്ടു. അതിനുശേഷം പിന്നെ എല്ലാ പാത്രങ്ങളും ഉണ്ടായിരുന്നു. കുക്കർ വേവിച്ചതും അരി വേവിച്ചതും ഉണ്ടാക്കിയതും എല്ലാം അതെല്ലാം ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം ഉണ്ടല്ലേ. എല്ലാം സോപ്പ് ഇട്ട് വെച്ചതാ. ഇനിയും വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 3/4 കിലോ ബോൺലെസ് ചിക്കൻ ഉണ്ട്.
അത് ഇന്നാളി വാങ്ങിച്ചത് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അതിപ്പോൾ എടുത്ത് ഞാനിതൊന്ന് അരിഞ്ഞ് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കതിൽ കിടന്ന് മെനക്കെടുവൊന്നും വേണ്ട. അതൊന്ന് വെച്ചിട്ട് ബാച്ചിലേഴ്സുകാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ് ഇത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനിപ്പം ബോൺലെസ് എടുക്കണമെന്നില്ല. എൻ്റെ കയ്യിൽ ബോൺലെസ് ഉള്ളത് കൊണ്ട് എടുത്തതാണ്. എല്ലോട് കൂടിയതാണേലും എടുക്കാം കേട്ടോ. ഇതേ രീതിയിലങ്ങ് ചെയ്താൽ മതി. അപ്പം ഞാനിതൊന്ന് രാവിലെ എടുത്ത് വെള്ളത്തിൽ ഇട്ടായിരുന്നു. അപ്പോൾ ഐസൊക്കെ ഒന്ന് പോയി അതൊന്ന് ഞാനൊന്ന് പീസാക്കി എടുക്കട്ടെ. ഇതിലേക്ക് ഞാൻ 3 ടൊമാറ്റോ, 3 സവാള, 3 ഉരുളൻകിഴങ്ങ്, പിന്നീട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത്രയും ഇഞ്ചി അരിഞ്ഞത്, 1 കുടം വെളുത്തുള്ളി. ആദ്യം നമുക്ക് ഈ മസാലയൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചയ്ക്ക് ചേർത്ത ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിതിൽ ചേർക്കാമെന്ന് പറഞ്ഞത്. താഴെ പിള്ളേരുടെ ഭയങ്കര കളിയും ബഹളവും. ഈ സ്പൂണിനാണ് ഞാൻ അളവെടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ അരിഞ്ഞ ഉരുളൻകിഴങ്ങ്, സവാള, ടൊമാറ്റോ, ഉള്ളി ഞാനിങ്ങനെ കനം കുറച്ച് അരിഞ്ഞേക്കുന്നത്. അതുപോലെ ടൊമാറ്റോയും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞേക്കുന്നത്. ഇതിലേക്കൊരു 2-3 തണ്ട് കറിവേപ്പില, ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാക്കൊത്ത്. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കറിയാണ്. ഇതിപ്പോൾ ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം ഇതിലോട്ടിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ്, എന്നിട്ട് നന്നായി കൈ കൊണ്ടങ്ങ് ഞെവിടണേ. ടൊമാറ്റോ ഒക്കെ അങ്ങ് പൊടിയണം. അപ്പം ഞാൻ ചട്ടി ഇവിടെ വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകും, 1/2 ടീസ്പൂണിൽ ഒരു ഇച്ചിരിയും കൂടെ പെരുംജീരകം, വലിയ ജീരകം, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി പൊട്ടി വരട്ടെ. ഇതിലേക്ക് നമ്മൾ ഞെവിടി വെച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല തീയിലിട്ടിട്ട് 2-3 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചിക്കനോട് ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമേ ഇല്ല. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് റോസ്റ്റായിട്ടാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിക്കണം. ചാറായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഒഴിക്കുമ്പം ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കേ. ഇതിപ്പം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് ഇനി തീ ഇത്തിരി കുറച്ചിടാം. വീണ്ടും നമുക്ക് തീ കുറച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം.
ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പൊട്ടറ്റോയൊക്കെ നന്നായി അങ്ങ് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ബോൺലെസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഒരു 20 മിനിറ്റ് കൊണ്ട് ബോൺലെസ് വേവും. അപ്പം എല്ലോട് കൂടിയതാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വേവുന്ന നോക്കിയിട്ട് അത് പിന്നെ എടുക്കാൻ നോക്കണേ. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞുണ്ടേതാണ്ടെ ചട്ടിയിലിരുന്ന് ഇതങ്ങ് അത്രയും ചാറോടുകൂടി എടുക്കുകയാണെങ്കിലും ചട്ടിയിലിരുന്ന് നന്നായി അങ്ങ് വറ്റി നല്ലൊരു പരുവമായിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ പരുവത്തി എടുക്കണമെങ്കിൽ ഇങ്ങനെ അതനുസരിച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതിപ്പോൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, ആ ഉരുളൻകിഴങ്ങ് കൂടെ ഒക്കെ ചേർന്നത് കൊണ്ടേ. അപ്പോൾ ചാറോട് കൂടിയാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി ചോറ് കഴിക്കാൻ എടുത്തു. എനിക്ക് മോരുകറി അത്ര താല്പര്യമില്ല, പിന്നെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഇച്ചിരി മോരുകറിയൊക്കെ ഒഴിച്ചതാട്ടോ. മോരുകറിയുണ്ട്, കാത്തോരനുണ്ട്, കഴിഞ്ഞ ദിവസത്തെ കാത്തോരനുണ്ട്, ഇപ്പോഴത്തെ ഈ ചിക്കനും ഉണ്ട്. എനിക്കും ചിക്കൻ അത്ര താല്പര്യം, പക്ഷേ ഉരുളൻകിഴങ്ങൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് എല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ മോൻ വന്നിട്ടും പിന്നെ ചപ്പാത്തി ഞാൻ പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറയാം, എടാ കറി ഇതുണ്ടെന്ന്, കാരണം ഇപ്പോൾ ഭയങ്കര ഡയറ്റിംഗ് അല്ലേ. ട്യൂഷൻ വന്നിട്ട് ഞാൻ പറഞ്ഞു 2 എണ്ണമെങ്കിലും നീ ഒന്ന് കഴിച്ചിട്ട് പോ, ഇതുണ്ടെന്ന്. അപ്പോൾ പ്രൈസമ്മോൻ വന്നുണ്ടേ. അവൻ ഇന്നലത്തെ നൂഡിൽസ് ഉണ്ടായിരുന്നല്ലേ, വന്ന് കൊച്ച് വരുന്നത് ഈ വൈകിട്ട് വരുന്നത് ഭയങ്കര വിശപ്പോടാണ്. അപ്പോൾ ഇന്നലത്തെ നൂഡിൽസ് ഒരു ഇച്ചിരിയുള്ളൂ, ഇത് വീഡിയോയിൽ ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നുണ്ട്, അതൊന്ന് ചൂടാക്കി കൊടുത്ത് പിന്നെ ഒരു ചപ്പാത്തിയും കൊടുത്ത്. ആ കറി കണ്ടോണേ അവനും ഇഷ്ടപ്പെട്ടോണേ ഒരു ചപ്പാത്തിയും കൊടുത്ത്. അപ്പം ഞാനൊരു കോഫി എടുത്തുകൊണ്ട് വന്നതാണ്. ഞാനൊരു കോഫിയും കുടിച്ചിപ്പം ഒരു 5:45 ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കപ്പലൻ്റെ മിഠായി റീച്ച വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. ഇത് ഇപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനല്ല, ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സി യു. ചക്കരുമ്മ.